കോൺഗ്രസുകാരനായി മരിക്കുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ബാബു ജോർജ്. പാർട്ടിയിലേക്കുള്ള മടക്കം അസാധ്യമെന്ന തിരിച്ചറിവിലാണ് പുതിയ താവളം തേടുന്നത്. ഇടതിനോട് അടുക്കുന്നുവെന്ന വ്യക്തമായ സൂചനകളാണ് നവകേരള സദസ്സിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ഇനിയുള്ള കാലം ഇടത് ചേരിയിലായിരിക്കുമെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും പറയുന്നു. എനിക്കിപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേദിയാണ് ആവശ്യം, സ്ഥാനമല്ല പ്രധാനം. മുൻപ് പാർട്ടി വിട്ടുപോയവർക്ക് CPM ലഭിച്ച സ്വീകാര്യത ചുവപ്പിനോട് ചേരാൻ മറ്റൊരു കാരണമാണ്. ചുരുക്കത്തിൽ 53 വർഷത്തെ വലതുപക്ഷ ബന്ധം അവസാനിപ്പിക്കുകയാണ് ബാബു ജോർജ്. അതിന് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള പങ്ക് അദ്ദേഹം അടിവരയിടുന്നു. കോട്ടയംകാരനായ ആന്റോ ആന്റണി ഇവിടെ വന്ന് മത്സരിച്ചിട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അയാൾ എന്തോ ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. കോട്ടയംകാരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ വന്ന് 25 വർഷം MLA ആയി. എന്താ അടൂര് പിന്നെ ജയിക്കാത്തതിൻ്റെ കാരണം? 40 കൊല്ലമായി PJ കുര്യൻ MP ആയിട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പെൻഷൻ മേടിക്കുന്ന ആൾ PJ കുര്യനാണ്. വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ? എന്നാൽ നവകേരള സദസ്സിലെത്തിയ ബാബു ജോർജ് CPMുമായി സഹകരിക്കുന്നതിൽ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. താല്പര്യപ്പെട്ടാൽ അത് സാധ്യമാകും. വർഗ ബഹുജന സംഘടനകളിലൂടെ CPM അംഗത്വം എന്നതാകും സമവാക്യം. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃയോഗത്തിലെ ഭിന്നതകളെ തുടർന്ന് DCC ഓഫീസിൽ നിന്നും പടിയിറങ്ങിയ ബാബു ജോർജ് ഓഫീസിന്റെ കതക് ചവിട്ടിപ്പൊളിച്ചതാണ് നടപടിയിലേക്കും പിന്നീട് പുറത്തേക്കുമുള്ള വഴി തുറന്നത്. പീലിപ്പോസ് തോമസിന് പിന്നാലെ തന്നെയാണ് ബാബു ജോർജിന്റെ ഓരോ ചുവടുമെന്നാണ് വ്യക്തമാകുന്ന സൂചന. അങ്ങനെ സംഭവിച്ചാൽ DCC അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന 2 പേരെ CPMന് സംഭാവന ചെയ്തുവെന്ന അപൂർവ ഖ്യാതി പത്തനംതിട്ടയിൽ കോൺഗ്രസിന് സ്വന്തമാകും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.